വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 2 ഉണ്ടല്ലോ, അതിലെ 4ാമത്തെ യൂണിറ്റിലെ ഒരു കൊച്ചു കഥയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കൂടുതൽ വീഡിയോസിന് പ്ലേലിസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ക്ലാസ്സിലേക്ക് വരാം. ദ ബെയർ ആൻഡ് ദ ബ്രേവ് ഗേൾ. ബെയർ എന്ന് പറഞ്ഞാൽ കരടി, ബിയർ എന്ന് വായിക്കരുത്, ബിയർ വേറെയാണ്, ബെയർ കരടി. ദ ബെയർ ആൻഡ് ദ ബ്രേവ് ഗേൾ. ബ്രേവ് എന്ന് പറഞ്ഞാൽ നല്ല ധൈര്യമുള്ള, സോ കരടിയും ധൈര്യമുള്ളൊരു പെൺകുട്ടിയുടെയും കഥയാണ് കേട്ടോ. സോ ദയ എന്നാണ് പെൺകുട്ടിയുടെ പേര്. ലെഫ്റ്റ് സൈഡ് നോക്കൂ. ദയ വെന്റ് ടു ദ ജംഗിൾ ടു കളക്ട് ഫയർവുഡ്. വെന്റ് പോയി, ജംഗിൾ ഫോറസ്റ്റ് കാട്. സോ ദയ എന്താണ്, കാട്ടിലേക്ക് പോയി. എന്തിന്? ടു കളക്ട് ചെയ്യാൻ, ഫയർവുഡ് കത്തിക്കാൻ്റെ വിറകിന് വേണ്ടി പോയി. എ ഹട്ട് ഇൻ ദ ജംഗിൾ. ഹു ഈസ് ഇൻസൈഡ്? ലെറ്റ് മീ സീ. അപ്പോൾ ഇവൾ കണ്ടത് ഒരു ഹട്ട്, ഒരു ചെറിയ കുടിലുണ്ട് അല്ലേ. ഹു ഈസ് ഇൻസൈഡ്? ആരാണ് അകത്ത്? ആരായിരിക്കും? ലെറ്റ് മീ സി, ഒന്ന് പോയി നോക്കട്ടെ. ആ സമയത്ത് പോയപ്പോൾ ആരെയാണ് കണ്ടത്? ഹു ആർ യു? വൈ ആർ യു ഹിയർ? നീ ആരാണ്, എന്തിനാണ് നീ ഇവിടെ വന്നതെന്ന് ആ കരടി ചോദിക്കുകയാണ്. സോ ഇവളുടെ റിപ്ലൈ, ഐ എം സോറി, ഐ ലോസ്റ്റ് മൈ വേ. എനിക്ക് വഴി തെറ്റി വന്നതാണെന്ന് അവൾ പറയുന്നു. സോ എൻ്റെ ബാക്കി ഭാഗം, വെൽ ഐ വാസ് ഇൻ സെർച്ച് ഓഫ് എ കുക്ക്. ഞാനൊരു കുക്കിനെ, ഒരു പാചകക്കാരനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. യു ആർ മൈ കുക്ക് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. ഇന്ന് മുതൽ നീയാണ് എൻ്റെ പാചകക്കാരൻ, കുക്ക് അല്ലെങ്കിൽ പാചകക്കാരൻ നീയാണ്. ഓ പ്ലീസ് ലെറ്റ് മീ ഗോ, മൈ ഗ്രാൻഡ് മാ ഈസ് അലോൺ അറ്റ് ഹോം. അയ്യോ, എന്നെ പോകാൻ അനുവദിക്കൂ, എൻ്റെ ഗ്രാൻഡ് മദർ അവിടെ വീട്ടിൽ ഒറ്റക്കാണ്. നോ നോ, ഗോ ടു ദ കിച്ചൺ ആൻഡ് ബേക്ക് മീ സം കേക്ക്സ്. പറ്റില്ല, പോകാൻ പറ്റില്ല, നേരെ കിച്ചണിലേക്ക് വിട്ടോ, എന്നിട്ടോ അവിടുന്ന് എനിക്ക് കുറച്ച് കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോവാ എന്ന് പറയാം. ഓ ഐ ആം ട്രാപ്ഡ്, ഐ മസ്റ്റ് പ്ലേ എ ട്രിക്ക് ടു സേവ് മൈ സെൽഫ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായി, ട്രാപ്ഡായി അല്ലേ, ഇവിടെ പെട്ടുപോയി. ഇനി എന്താണ്? ഐ മസ്റ്റ് പ്ലേ എ ട്രിക്ക്, വല്ല ട്രിക്കും പ്ലേ ചെയ്യേണ്ടി വരും ടു സേവ് മൈ സെൽഫ്, ഇവളെ സ്വയം രക്ഷിക്കാൻ ഈ കരടിയിൽ നിന്ന്. ദയ ബേക്ക്ഡ് സം കേക്ക്സ്. ദയ എന്ത് ചെയ്തു? കുറച്ച് കേക്ക്സ് ഉണ്ടാക്കി. ദ ബെയർ എൻജോയ്ഡ് ദ ഡിലീഷ്യസ് കേക്ക്. അപ്പോൾ അതൊക്കെ ബെയർ കഴിച്ചു, ഈ കരടി കഴിച്ചു, അതൊക്കെ എൻജോയ് ചെയ്തു, ഇഷ്ടപ്പെട്ടു. ഡിലീഷ്യസ്, രുചികരമായ കേക്ക്. എന്നിട്ട് ഇവിടെ പറയാം, പ്ലീസ് ലെറ്റ് മീ ഗോ ഹോം ആൻഡ് ഗിവ് ദിസ് കേക്ക് ടു മൈ ഗ്രാൻഡ് മാ. എന്താണ്? ഞാൻ വീട്ടിൽ പോട്ടെ, ഈ കേക്ക് ഞാൻ കുറച്ച് എൻ്റെ ഗ്രാൻഡ് മക്ക് കൊടുക്കട്ടെ. അതിൽ പറയാം, ഹാ ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ, എന്നെ വിഡിയാക്കാൻ നോക്കണ്ട എന്ന് കരടി പറയണേ. ഐ വിൽ ടേക്ക് ഇറ്റ് ടു യുവർ ഗ്രാൻഡ് മാ. ഞാൻ വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുത്തോളാം കേക്ക്, നീ പോയപ്പോൾ തിരിച്ചു വരില്ലല്ലോ, പിക്ക് ഇറ്റ്, എടുക്കുമെന്ന് പറഞ്ഞു. സോ ഇവിടെ കരുതാണ്, ഓ ഐഡിയ, ഐ വിൽ ഹൈഡ് ഇൻസൈഡ് ദ ഹാമ്പർ. ഹാമ്പർ എന്ന് പറഞ്ഞാൽ കുട്ടയാണ് കേട്ടോ. സോ ഈ കുട്ടക്കകത്ത് ഹൈഡ് ചെയ്യാം, ഇൻസൈഡ് അകത്ത്, അങ്ങനെ കഴിയുള്ളൂ. അപ്പോൾ ഓക്കെ എന്ന് പറയുന്നു. സോ ദ ബെയർ എൻറ്റേർഡ് ദ വില്ലേജ്. അപ്പോൾ ഇവളെന്ത് ചെയ്തു? ആ കുട്ടക്കകത്ത് കയറിയിട്ടുണ്ട്, നോക്കുന്നുണ്ടോ? സോ ആ വില്ലേജിലേക്ക് കടന്നു വന്നു ഈ ബെയർ. അപ്പോൾ ഓ ഡോഗ്സ്, നായകളെ കണ്ടു അല്ലേ കരടി. ദ ബെയർ വാസ് അഫ്രെയ്ഡ്. നായകളെ കണ്ടപ്പം കരടി ആകെ ഭയപ്പെട്ടു, അഫ്രെയ്ഡ് ഭയപ്പെട്ടു. ഇറ്റ് പുട്ട് ദ ഹാമ്പർ ദർ. ആ കുട്ട അവിടെ ഇങ്ങോട്ട് ഇട്ടു. ആൻഡ് റാൻ അവേ, എന്നിട്ട് ഓടിപ്പോയി. ദ കെയിം ഔട്ട് ഓഫ് ദ ഹാമ്പർ. എന്ത് ചെയ്തു? ഹാമ്പറിൽ നിന്നും പുറത്തേക്ക് വന്നു. മൈ ട്രിക്ക് വർക്ക്ഡ്. അങ്ങനെ ദയ ഈ കരടിയിൽ നിന്നും രക്ഷപ്പെട്ടു. വളരെ സില്ലി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.